जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदनन्दना जयो ब्रजजनरञ्जना जयो यशोदनन्दना जयो ब्रजजनरञ्जना जय जमुना तीरवनचारी जय कुंज विहारी जय यमुना तीरवनचारी जय कुंज विहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे जय जगन्नाथ जय जगन्नाथ बलदेवा जय सुभद्रमा जय जगन्नाथ जय गौरानिता जय गौरानिता गौरानिता जय गौरानिता जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव हे महात्मा हम संगीत नक्की श्रीमद् भगवद्गीता पढ़ने की भागवतम पढ़ने की गौर प्रेमानंदी ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनदारिणं यत्कृपातमहं वन्दे श्रीचैतन्यमीश्वरं यत्कृपातमहं वन्दे परमानन्दमाधवम्
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജീസ്. നമ്മൾ നിത്യം ഭാഗവത സേവയിൽ ഇന്ന് നമ്മൾ എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ശ്ലോകം 1:1:4, 1-ാം കാൻഡോ 1-ാം ചാപ്റ്റർ 4-ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഇത് കഴിഞ്ഞ 3 ചാപ്റ്ററും നമ്മൾ ഇത്രയും ദിവസമായിട്ട് ബാക്കി ഭക്തര് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ 3-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇന്നലെ കഥാമർ പ്രഭു വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4-ാമത്തെ ശ്ലോകത്തേക്ക് നൈമിഷേ നിമിഷക്ഷേത്രേ വിഷയാ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രം സമമാസദാ. നൈമിഷേ നിമിഷക്ഷേത്രേ വിഷയാ ശൗനകാദയാ സത്രം സ്വർഗായ ലോകായ സഹസ്രം സമമാസദാ. ഹരേ കൃഷ്ണ. മലയാളം ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ഇംഗ്ലീഷ്. അപ്പോ ഇതിനകത്ത് ഞാൻ ഇംഗ്ലീഷ് ഭാഗവതമാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. അപ്പോഴേക്കും മലയാളം ഭാഗവതം എടുക്കാൻ പോയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ. Once in a holy place, in the forest of Naimisharanya, great sages headed by the saga Shaunaka assembled to perform a great 1000-year sacrifice for the satisfaction of the Lord and his devotees. മലയാളം. ഒരിക്കൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. ഇതാണ് വിവർത്തനം. എനിക്ക് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 3 പാരഗ്രാഫാണ് എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 പാരഗ്രാഫ് ഞാൻ വായിക്കും. മലയാളത്തിലാണ് വായിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവത്തിന്റെ ഉപക്രമം പൂർവ്വ 3 ശ്ലോകങ്ങളും പ്രസ്താവിച്ചു കഴിഞ്ഞതിനാൽ ഈ മഹത് ഗ്രന്ഥത്തിന്റെ പ്രധാന വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാം. സുഖദേവ ഗോസ്വാമിയാൽ പ്രഥമ വിശദീകരണം നൽകപ്പെട്ട ശ്രീമദ് ഭാഗവത വർണ്ണനം 2-ാം തവണ നൈമിഷാരണ്യത്തിൽ ആവർത്തിക്കപ്പെട്ടു. ഈ വിഷയത്തെ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ ബ്രഹ്മദേവൻ പ്രപഞ്ചത്തെ മുഴുവൻ പരിവേഷണം ചെയ്യുന്ന ഒരു ബൃഹത് ചക്രം ഭാവന ചെയ്ത് അതിന്റെ ഭ്രമണ കേന്ദ്രം നൈമിഷാരണ്യം എന്ന സവിശേഷ സ്ഥലത്ത് സ്ഥാപിച്ചു എന്ന് വായവീയ തന്ത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതേപോലെ നൈമിഷാരണ്യ വനത്തിൽ നിർവഹിക്കപ്പെടുന്ന യജ്ഞങ്ങൾ രാക്ഷസന്മാരുടെ ശക്തി ദുർബലപ്പെടുത്തുമെന്നും വരാഹ പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്നു. ആകയാൽ അത്തരം യജ്ഞാനുഷ്ഠാനങ്ങൾക്കായി ബ്രാഹ്മണർ നൈമിഷാരണ്യത്തിന് വിശേഷ പ്രാധാന്യം നൽകുന്നു. ഭഗവത് പ്രീതിക്കായി വിഷ്ണു ഭക്തർ സർവ്വവിധ യജ്ഞങ്ങളും നിർവഹിക്കുന്നു. ഭഗവത് ഭക്തർ സദാ ഭഗവത് സേവന നിരതരും അതേസമയം പതീതാത്മാക്കൾ ഭൗതിക ശുഭാംശി വേഷികളുമാകുന്നു. ഭൗതിക ലോകത്തിൽ വിഷ്ണു ഭഗവാന്റെ സംതൃപ്തിക്കല്ലാതെ വേറെ എന്തു കാരണത്താൽ നിർവഹിക്കപ്പെടുന്ന യാതൊരു കർമ്മവും വീണ്ടും ബന്ധനഹേതുവാകുന്നു. ആകയാൽ യജ്ഞസംബന്ധമായ എല്ലാവിധ കർമാനുഷ്ഠാനങ്ങളും വിഷ്ണു ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും സംതൃപ്തിക്കായി നിർവഹിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു. അവിധ യജ്ഞാനുഷ്ഠാനം ഏവർക്കും സമാധാനവും ക്ഷേമവും പ്രദാനം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു മാതാജീസ്? കേൾക്കാം പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്
ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്പോഴും തന്നെ എനിക്കൊന്ന് ഇതിൽ പറയുകയോ ചെയ്യുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ. അപ്പം ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് ഒരിക്കൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യ സ്ഥലത്ത് ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. അപ്പോൾ ഇതുവരെ ഭാഗവത്തില് ഫസ്റ്റ് 3 ശ്ലോകങ്ങളിൽ, ഭാഗവതം 4-ാം ശ്ലോകമാണ്, 3 ശ്ലോകങ്ങളിലും നമ്മൾ ഭഗവാന്റെ ഫസ്റ്റ് ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ചുള്ള കീർത്തിയും, 2-ാമത്തെ ശ്ലോകങ്ങളിൽ ഭഗവാന്റെ നമ്മൾ ചെയ്യേണ്ട ഭഗവത് ഭക്തിയും ഭാഗവത്തിന്റെ ഇമ്പോർട്ടൻസും ആണ് 2-3 ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചത്. അപ്പം ഇതിൽ തൊട്ടാണ് ഈ 4-ാം ശ്ലോകം തൊട്ടാണ് ഭാഗവതം എവിടെ വെച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്, എപ്പോഴും തൊട്ടാണ് ഭാഗവത്തിന്റെ ഭാഗവതം ആരൊക്കെ തമ്മിലാണ് ഡിസ്കസ് ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു വർണ്ണന വരുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം പൂർവം 3 ശ്ലോകങ്ങൾ പ്രസ്താവിച്ചു കഴിഞ്ഞതിനാൽ ഈ മഹാത്മ്യത്തിന്റെ പ്രധാന വിഷയം കുറിച്ച് പരാമർശിക്കാം. ശുകദേവ് ഗോസ്വാമിയാൽ പ്രഥമ വിശദീകരണം നൽകപ്പെട്ടു. സുഖദേവ് ഗോസ്വാമി, ഇത് 2-ാം തവണയാണ് ഭാഗവത് ചർച്ച ചെയ്യുന്നത്. ആദ്യ പ്രാവശ്യം ചർച്ച ചെയ്തത് സുഖദേവ് ഗോസ്വാമി പരീക്ഷത് മഹാരാജനാണ്. അതാണ് ഫസ്റ്റ് ഭാഗവതം ഡിസ്കോഴ്സ് വന്നത്. അത് പറഞ്ഞാല് സുഖദേവ് ഗോസ്വാമി പരീക്ഷത് മഹാരാജ് 7 ദിവസം കൊണ്ട് സർപ്പദംശനം കൊണ്ട് കൊല്ലപ്പെടുമെന്നുള്ള ഇതില് അപ്പം ഭാഗവതം കേട്ടു, ഗംഗാതീരത്ത് വെച്ച് കേട്ടു. അതാണ് ഫസ്റ്റ്. ഇത് 2-ാം തവണയാണ് ഭാഗവതം വർണ്ണനം നടക്കുന്നത്. ഇത് നടക്കുന്നത് നൈമിഷാരണ്യം എന്ന സ്ഥലത്ത് വെച്ചാണ്. നൈമിഷാരണ്യം എന്ന് പറഞ്ഞത് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഇപ്പം പോയ ഭക്തര്, നട്ടൂർ പ്രഭുവിന്റെ കൂടെ പോയ ഭക്തര് അവർ പോകുന്നുണ്ട്, നൈമിഷാരണ്യം ഒക്കെ പോകുന്നുണ്ട്. നിമിഷാർ എന്നാണ് ഇപ്പം ആ സ്ഥലത്തിന്റെ പേര്. നിമിഷാർ ഉത്തർപ്രദേശില് അയോധ്യയുടെ അടുത്ത് ഉത്തർപ്രദേശിലാണ് ഈ നിമിഷാർ എന്നുള്ള സ്ഥലം ഉള്ളത്. ഈ സുഖദേവ് ഗോസ്വാമി ശൂത ഗോസ്വാമി ഉപദേശിച്ച ഭാഗവതം നിമിഷാർ എന്നുള്ള സ്ഥലത്ത് നൈമിഷാരണ്യത്തിൽ വെച്ചാണ് നടന്നത്. അപ്പം അത് വളരെ വളരെ ഒരു വിശേഷ ആയ സ്ഥലമാണ്. അതിനെക്കുറിച്ച് 2-ാമത് പറയുന്നുണ്ട്. ഈ വിശേഷ പ്രവചനത്തിനായി നിർമ്മാതായ ബ്രഹ്മദേവൻ പ്രപഞ്ചത്തെ മുഴുവൻ പരിവേഷണം ചെയ്തു ഒരു ബൃഹത് ചക്രം ഭാവന ചെയ്ത് അതിന്റെ ഭ്രമണ കേന്ദ്രം നൈമിഷാരണ്യം എന്ന അവിശേഷ സ്ഥലത്ത് സ്ഥാപിച്ചു. അപ്പൊ വളരെ വിശേഷമുള്ള സ്ഥലമാണ് നൈമിഷാരണ്യം. നൈമിഷാരണ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈമിഷാരണ്യം ഭഗവാൻ ചിമ്മാതിരിക്കുന്ന ഒരു സ്ഥലം എന്നാണ് ഇതിനകത്ത്. നിമിഷ ക്ഷേത്രേ ശൗനകാചാര്യ ഭഗവാൻ ഇവിടെ ഈ സ്ഥലത്ത് ഭഗവാൻ കണ്ണുപോലും ചിമ്മില്ല എന്നാ പറയുന്നത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നൈമിഷാരണ്യം. അങ്ങനെ കുറെ ഞാൻ കേട്ടുള്ളതിൽ കുറെ നൈമിഷാരണ്യത്തെ കുറിച്ച് കുറെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ്. നൈമിഷാരണ്യത്തിൽ പിന്നെ പറയുന്നത് ശ്രീരാമ ഭഗവാൻ ഇവിടെ വന്ന് ഇത് ചെയ്തിട്ടുണ്ട്, എന്താണ് യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ശ്രീരാമ ഭഗവാൻ. പിന്നെ സീതാദേവി, ശ്രീരാമ ഭഗവാന്റെ ഇതിനകത്ത് സീതാദേവി ഭൂമിയിലേക്ക് പോകുന്ന നൈമിഷാരണ്യത്തിലാണ്. അപ്പൊ നൈമിഷാരണ്യത്തിലാണ് എല്ലാവിധ നല്ല കർമ്മങ്ങളും വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നൈമിഷാരണ്യം പ്രത്യേകം ബ്രഹ്മദേവനായി ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പം ഈ നൈമിഷാരണ്യത്തെ കുറിച്ച് വീണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. വായവ്യ തന്ത്രത്തിൽ പറയുന്നത് പറഞ്ഞാല് ബ്രഹ്മദേവന്റെ നമ്മുടെ ഈ യൂണിവേഴ്സ് ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ അതിനെ ഫുൾ കവർ ചെയ്തേക്കുന്ന ഒരു ചക്രം, ആ ചക്രത്തിന്റെ ഒരു ഹബ്ബ്, അതിന്റെ ഒരു കറക്റ്റ് പോയിന്റ്, സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് നൈമിഷാരണ്യമാണ്. അങ്ങനെയാണ് വായവ്യ തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ നൈമിഷാരണ്യത്തിൽ വെച്ച് ഈ ഭാഗവതം ചർച്ച ചെയ്യാനുള്ളൊരു മെയിൻ കാരണം കൂടെ ഉണ്ട്. അവിടെ ഈ യജ്ഞാനുഷ്ഠാനങ്ങൾ ബ്രഹ്മനീതി ഈ രാക്ഷസന്മാരുടെ ശക്തി ദുർബലമാക്കും. അവിടെ ഈ പൊതുവെ യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ രാക്ഷസന്മാർ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യും. കാര്യം യജ്ഞങ്ങൾ നടത്തുന്നത് എന്തിനാണ്? നല്ല സമാധാനം, സംതൃപ്തി എല്ലാം കൊണ്ട് നല്ലതാവാൻ വേണ്ടിയാണ് ഈ യജ്ഞങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതിനെ തടയാന്നുള്ളതാണ് രാക്ഷസന്മാരുടെ ഒരു മോട്ടീവ്. അപ്പൊ ഇത് തടയാൻ പറ്റാത്തൊരു സ്ഥലമാണ് നൈമിഷാരണ്യം. അപ്പം ഇത് വരാഹ പുരാണത്തിൽ ഇത് പറയുന്നുണ്ട്. നൈമിഷാരണ്യം എന്നുള്ള സ്ഥലത്ത് ഈ രാക്ഷസന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വളരെ പവർലെസ് ആണ്. അവിടെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ സ്ഥലമാണ് ഈ ശൂത ഗോസ്വാമി ഭാഗവതം ചർച്ച ചെയ്യാനായിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം.
ശൂത ഗോസ്വാമി ഇവർക്ക് സൂത ഗോസ്വാമി ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ലിഖിത രൂപത്തിലുള്ള ഭാഗവതം. അതാണ് ഇതിനകത്ത് ശൂതോ വാച എന്നൊക്കെ ഉള്ളത്. സുഖദേവ ഗോസ്വാമി ചർച്ച ചെയ്തത്, ആ ചർച്ചയില് സൂത ഗോസ്വാമി ഉണ്ടായിരുന്നു. സുഖദേവ ഗോസ്വാമി പരിഷത്ത് മഹാരാജാവിന് ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത സമയത്ത് സൂത ഗോസ്വാമി ആ ഇതിലുണ്ട്, ആ ഒരു സദസ്സിലുണ്ട്. അപ്പം സുഖദേവ ഗോസ്വാമി അന്ന് പറയും, സൂത ഗോസ്വാമിയാൽ ഇനിയും ഭാഗവതം ചർച്ച ചെയ്യപ്പെടും. അങ്ങനെയാണ് എത്രയോ സംവത്സരം കഴിഞ്ഞിട്ട് സൂത ഗോസ്വാമി ഈ ഭാഗവതം ചർച്ച ചെയ്യുന്നു. ഇത് ഞാൻ വായിച്ചപ്പോൾ ഇതിന്റെ മെയിൻ ഈ ഒരു ഭാഗവതം ചർച്ച ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം അവർ ചെയ്യുന്നത് പറഞ്ഞാല് സർവർക്കും സമാധാനവും ക്ഷേമത്തിനും ആണ് ഇത് ചെയ്യുന്നത്. ലോക സമാധാനത്തിനും ക്ഷേമത്തിനുമാണ് ഈ ഭാഗവതം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാലം ഞാൻ വിചാരിച്ചതും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ച് നമ്മൾക്ക് ഉള്ള അറിവ് നേടി നമ്മൾ ഭഗവാനിലേക്ക് പോവുക, അല്ലെ നമുക്ക് ഒറ്റയ്ക്ക് ഭഗവാനിലേക്ക് പോവുക, മുക്തി നേടുക, അത് മാത്രമാണ് ഭാഗവതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ബാക്കിയുള്ള അറിയില്ല. അപ്പോ ഇതിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഭാഗവതം അവർ ചെയ്യുന്നത് ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരെയും സംതൃപ്തിക്കായി നിർവഹിക്കുന്നു. ഭഗവാന്റെയും ഭഗവത് ഭക്തന്റെയും സംതൃപ്തിക്കായാണ് ഭാഗവതം പറയുന്നത്. അതിലൂടെ അവ്വിധ യജ്ഞ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതുകൂടെ സമാധാനവും ക്ഷേമവും പ്രദാനം ചെയ്യുന്നു. പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, ഇത് രണ്ടിനും വേണ്ടിയാണ് ഭാഗവതം ഡിസ്കഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൊ ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് പറഞ്ഞാല് ഇൻഡയറക്ട്ലി നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഭക്തർക്കും ഭഗവാന്റെ ഭക്തർക്കും എല്ലാവർക്കും, നാട്ടുകാർക്കും ലോകങ്ങൾക്കെല്ലാം ഒരു സമാധാനമാണ്. ഇപ്പം നമ്മൾ അതിനുള്ള സമാധാനത്തിനും പ്രോസ്പെക്റ്റിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക്. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള പ്രഭുപാദ് ഇൻസ്റ്റാൾ ചെയ്ത ഇസ്കോണിലെല്ലാം ഈ ഒരു നടക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ മെയിൻ, ഈ ഒരു ശ്ലോകത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ സമാധാനവും സംതൃപ്തിയാണ്. അപ്പോ ഈ ഒരു സ്ഥലം നൈമിഷാരണ്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിൽ നിന്ന് അനിമിഷ്യ ക്ഷേത്രം എന്നാണ്. അനിമിഷ്യ ക്ഷേത്രം എന്ന് പറഞ്ഞാല് അവിടെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ ഭഗവാൻ കണ്ണ് ഇമ ചിമ്മാറില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ മനുഷ്യ ജന്മത്തില് നമ്മൾ 2 തരം നമ്മുടെ ജീവിത ആയുസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇയേഴ്സ് വെച്ചല്ല. നമ്മുടെ ആയുസ് നമുക്കാണ് ഇയേഴ്സ് 1, 2, 3 അല്ലെങ്കിൽ 65 വയസ്സാകുമ്പോൾ മരിച്ചു പോവുക എന്നുള്ള ഇയർ കാൽക്കുലേഷൻ നമ്മുടെ മനുഷ്യർക്കാണ്. നമ്മളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആയുസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇമ ചിമ്മുന്നത്, നമ്മുടെ കണ്ണ് എത്ര പ്രാവശ്യം ചിമ്മുന്നുണ്ടോ, നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഈ ഒരു പ്രോസസ്സ് എത്ര ചെയ്യണം എന്ന് എഴുതിയാണ് വിടുന്നത്. നമുക്കപ്പം അവിടെ ഇയർ ഒന്നുമില്ല. അപ്പം ഈ കണ്ണ് വേണമെങ്കിൽ നമുക്ക് ഇമ ചിമ്മാതെ വേണേ ഇരിക്കായിരിക്കും, സിനിമയിലെ കാണുന്ന കണക്ക് ഒരു ഈർക്കിലൊക്കെ എടുത്ത് വെച്ചിരിക്കാം. പക്ഷെ ഈ ശ്വാസോച്ഛ്വാസം നിന്നില്ലെങ്കിൽ കഥ തീർന്നു. അപ്പൊ ഇത് എത്ര പ്രാവശ്യം എനിക്ക് അറിയില്ല, ചിലപ്പോൾ കോടികളായിരിക്കും, ചിലപ്പം എത്രയോ കോടികൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവന്റെ കഥ തീർത്തേക്കാൻ. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ലൈഫ് സ്പാൻ. അപ്പം ഭഗവാൻ ഇമ ചിമ്മാ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ത് നടക്കുന്നത് ഭഗവാന്റെ ഒരു ശ്രദ്ധയുണ്ട്. അതാണ് നൈമിഷാരണ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. വിഷ്ണുവിന് ഭഗവാന് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോ ഈ ഒരു വ്യാസദേവൻ ഈ ഒരു സ്ഥലത്തിനെ എംഫസൈസ് ചെയ്ത് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. നൈമിഷാരണ്യത്തിനെ കുറിച്ച് ഇഷ്ടം പോലെ പറയുന്നുണ്ട്, ലിഖിത രൂപത്തിൽ ഇഷ്ടം പോലെ എഴുതുന്നുണ്ട്. പിന്നെ അപ്പൊ മെയിൻ ടോപ്പിക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഫസ്റ്റ് ഇത് 2ാം തവണയാണ് നൈമിഷാരണ്യത്തിൽ പറയുന്നത്. ആദ്യ തവണ നമ്മുടെ സുഖദേവ് ഗോസ്വാമി പരിഷത്ത് മഹാരാജാവിന് ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ആ സ്ഥലത്തിന്റെ ഒരു ഗംഗാ തീരത്ത് വെച്ചാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകാവുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം പോയ ഡിവോട്ടീസ് 2 സ്ഥലത്തും പോകുന്നുണ്ട്. ഈ നൈമിഷാരണ്യവും പോകുന്നുണ്ട്, ഗംഗാ തീരത്തും പോകുന്നുണ്ട് എന്നാണ് അന്ന് നട്ടർപ്രഭു പറഞ്ഞത്. അപ്പൊ ഈ സ്ഥലം ഡൽഹിയുടെ അടുത്ത് സുഗതാവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഞാൻ ഇത് വായിച്ചെന്ന് വിചാരിച്ചു, ഇനി അടുത്തൊരു ട്രിപ്പ് നമുക്ക് പോകണമെങ്കിൽ സുഗതാവോ നൈമിഷാരണ്യമോ പോണം. സുഗതാവ് എന്നുള്ള സ്ഥലമാണ് അത്. ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ പോകുന്നതിന്റെ ഇടയ്ക്കെവിടെയാണ് സുഗതാവ്. അപ്പം ഈ സ്ഥലത്ത് വെച്ചാണ് സുഖദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുത്തത്. അപ്പൊ അവിടെ വെച്ച് സൂത ഗോസ്വാമി ഉണ്ട് കൂടെ. അപ്പൊ ഈ കഥയെല്ലാം സൂത ഗോസ്വാമി കേട്ടു, ഈ ഉപദേശം എല്ലാം കേട്ടിട്ട് ഈ സൂത ഗോസ്വാമിയാണ് ഇവിടെ ഈ ശൗനക ഋഷികൾ എന്ന് പറഞ്ഞാൽ 80,000 മുകളിലുള്ള ഋഷിമാര്, അവർക്ക് വേണ്ടി സൂത ഗോസ്വാമി
ഈ നൈമിഷാരണ്യത്തെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോ ഇതില് പിന്നെ പറയുന്നത്, അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു ശ്ലോകത്തിന്റെ ഇതിവൃത്തം. ഈ നൈമിഷാരണ്യവും അതിന്റെ ഇമ്പോർട്ടൻസും ആരാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു, എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായല്ലോ. നൈമിഷാരണ്യമാണ് നമ്മുടെ സ്ഥലം. രണ്ടാമത്തെ അവിടെയാണ് ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യ തവണ സുഖദേവ് ഗോസ്വാമി പരിഷത്ത് മഹാരാജാവിന് നിർദ്ദേശിച്ചു കൊടുത്തു. രണ്ടാം തവണ സൂത ഗോസ്വാമിയാണ് ഭാഗവതം നെറേറ്റ് ചെയ്യുന്നത്. അപ്പം ആ സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ലിഖിത രൂപത്തിലുള്ള ഭാഗവതമായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇതില് പറയുന്നത് എവിടെ വെച്ചാണ്, നൈമിഷാരണ്യത്തിൽ വെച്ചാണ്. എത്ര വർഷം? 10,000 years എന്നാണ്. 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം. 1000 സംവത്സരം നമുക്കിപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോ യുഗത്തില് ലൈഫ് സ്പാൻ ഡിഫറൻസ് ഉണ്ട്. സത്യയുഗത്തില് 1,00,000 വർഷമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സത്യയുഗത്തില് 1,00,000 വർഷം എന്ന് പറഞ്ഞാല് എത്ര പൂജ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. 1,00,000 വർഷമാണ് സത്യയുഗത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ത്രേതായുഗത്തില് 10,000, 10,000 വർഷമാണ് ത്രേതായുഗത്തില് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ദ്വാപര യുഗത്തില് അത് കുറഞ്ഞ് 1000 വർഷമായി. കലിയുഗത്തില് 100 വർഷം അപ്രോക്സിമേറ്റ്ലി. 100 പോകുന്നവരും ഉണ്ട്, ഒരു 75, 60 ഒക്കെ ആകുമ്പോൾ തീരുന്നവരും ഉണ്ട്. അപ്പൊ കാര്യം കലിയുഗം തുടങ്ങിയിട്ട് 5,000 വർഷം ആവുന്നുള്ളൂ. കലിയുഗം തുടങ്ങിയിട്ട്. അപ്പൊ ഇനിയും കിടക്കുന്ന കലിയുഗം. അപ്പൊ നമുക്ക് 100 എന്ന് പറഞ്ഞത് നമ്മളിനി കുറഞ്ഞു വരും. 50, 80, 80, 70, 60, 50. കാര്യം ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള കുട്ടികളെ നോക്കിയാൽ മതി. ഇപ്പൊ ഉള്ള ജനിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഐക്യമാണ്. ഹരേ കൃഷ്ണ. ഇനി ക്ലാസ് എടുക്കാൻ കുറച്ച് പാടായിരിക്കും. സോറി. ഹരേ കൃഷ്ണ. ആനന്ദ് സാർ പോകുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പോ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയാൽ മതി. അവർക്ക് ഭയങ്കര ഐക്യമാണ്. ഐക്യം എന്ന് പറഞ്ഞാല് അവര് നമ്മുടെ പാരന്റ്സ് ചെയ്യുന്നത്, ഇപ്പൊ പാരന്റ്സ് 60-ലും 70-ലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു 20 വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. മേ ബി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എന്താ, നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് വെച്ച്. ഇപ്പൊ നമ്മൾ ഒരു 40 വയസ്സ് ചെയ്യുന്നത് പിള്ളേർ 5 വയസ്സിലും 10 വയസ്സിലും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ സ്പാനും കുറയുന്നുണ്ടെന്നാണ് അതിന്റെ ഒരു അർത്ഥം. 100 വർഷമാണ് കലിയുഗത്തിന്റെ ഒരു ലൈഫ് സ്പാൻ പറഞ്ഞിരിക്കുന്നത്. അത് കുറഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 70-80 ഒക്കെ ആകുമ്പോൾ നമുക്ക് ലൈഫ് സ്പാൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഗവത ഡിസ്കോഴ്സ് നടക്കുന്നത് 10,000 years സംവത്സരം, 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞമാണ് നിർവഹിക്കുന്നത്. അപ്പോ ആ ഒരു അത്രയും ടൈം നമ്മുടെ ഋഷിമാര് സ്പെൻഡ് ചെയ്യുകയാണ്. എന്തിനാണ്? ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. ഇപ്പോഴും നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, സൗത്തിൽ കാണാൻ പറ്റില്ല. നോർത്തിലോട്ടാ പോയി എപ്പോഴും സന്യാസിമാര് ഋഷിമാരൊക്കെ ഉണ്ട്. ഇച്ചിരി ഉള്ളിലോട്ടാ പോയാല്. അപ്പൊ അവര് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ഒരു ചേഞ്ച് മാത്രമല്ല, അവർ ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ നന്മയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു അടിസ്ഥാനമായ ഒരു വചനം. അപ്പം ലോകാസമസ്ത, ലോകത്തിന്റെ ഭാരത സമസ്ത എന്നല്ല പറയുന്നത്, ലോകാസമസ്ത സുഖിനോ ഭവന്തു. അപ്പം ഇതിനെ പറയുന്നുണ്ട് പ്രഭു, നമ്മുടെ ക്ഷേമവും സമാധാനവും ക്ഷേമത്തിനും വേണ്ടിയാണ് ഈ ഭാഗവതം ഡിസ്കോഴ്സ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതിന്റെ ആ 2 പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫില് ആരടുത്ത് പറയുന്നു, രണ്ടാമത്തെ പാരഗ്രാഫില് ഏതൊക്കെ പുരാണത്തില് നൈമിഷാരണ്യത്തിനെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നു. മൂന്നാമത്തെ പാരഗ്രാഫില് ഭഗവാന്റെ സംതൃപ്തിക്കായി ഭഗവത് ഭക്തർ എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പം ഭഗവാന്റെ ഭക്തർ സദാ ഭഗവത് സേവന നിരതരായിരിക്കും. അതേസമയം ഭക്തരല്ലാത്തവരെന്തായിരിക്കും? അവരുടെ പേഴ്സണൽ മെറ്റീരിയൽ കാര്യങ്ങൾക്കായിരിക്കും നിരതരാകുന്നത്. മെറ്റീരിയൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഞാനിത് വളരെ ലളിതമായി പറയുന്നെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം പ്രഭു. ഇതെന്ന് പറഞ്ഞാല് ഈ മെറ്റീരിയൽ കാരണം ഞാനിപ്പോ ഡിവോഷൻ സർവീസ് വന്നില്ല എനിക്ക് വിചാരിച്ചോ. അപ്പൊ ഞാന് ഈ എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്നവരെയൊക്കെ പ്രീതിപ്പെടുത്താനും അവരുടെ ഒരു ക്ഷേമത്തിനും അവരുടെ ഒരു സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഭഗവാൻ ഒരു ടോപ്പിക്കേ വരുന്നില്ല. പുരന്ദരദാസറിന്റെ ഒരു റൈറ്റിംഗ് ഉണ്ട്, ഒരു
ഒരു പാട്ട്, സോങ്. അതിനകത്ത് പുരന്ദരദാസർ എഴുതുന്നുണ്ട്. ഭയങ്കര ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കീർത്തനമാണത്. അത് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് കീർത്തനം. ആ കീർത്തനത്തിൽ പറയുന്നത്, പുരന്ദരദാസർ പറയുന്നതാ, പാഞ്ചാലിയെ കുറിച്ചാണ് പറയുന്നത്. പാഞ്ചാലിയുടെ ഒരു പാട്ട് ഞാൻ കുറച്ച് പാടിത്തരാം. അതിനകത്ത് പുരന്ദരദാസർ പാടുന്ന ഇങ്ങനെ: നീനേ അനാഥ ബന്ധു. പാഞ്ചാലി പാടുന്ന കണക്കാണ് പുരന്ദരദാസർ പറയുന്നത്. നീനേ അനാഥ ബന്ധു. പാഞ്ചാലി പറയുന്നത്, ഞാൻ ബന്ധുക്കളുള്ള അനാഥനാണ്. എന്റെ ഭയങ്കര പോയിന്റ് ആണ് പറയുന്നത്. ഞാൻ ബന്ധുക്കളുള്ള ഒരു അനാഥനാണ് എന്നാണ് പാഞ്ചാലി പറയുന്നത്. പാഞ്ചാലി ഇത് പറയുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായല്ലോ. വസ്ത്രാക്ഷേപ സമയത്ത് നടക്കുന്ന ഒരു എപ്പിസോഡിലാണ് പാഞ്ചാലി ഇത് പറയുന്നത്. കാര്യം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് കല്യാണം കഴിക്കാൻ അവർ മെയിൻലി എടുക്കുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് അറിയാലോ നമുക്ക് ഈ ലോകത്ത്. സമ്പത്ത്, സൗന്ദര്യം, സൗന്ദര്യം, ആയോധന കലകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിവ്. ഇപ്പൊ പണ്ട് ആയോധന കലയായിരുന്നു, ഇപ്പം എന്തെങ്കിലും കഴിവ്, പാട്ട് പാടാനോ വരയ്ക്കാനോ എഴുതാനോ കഴിവ്. പിന്നെ സ്ത്രീകൾ നോക്കുന്നത് എന്താണ്? സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം, ശാരീരിക ക്ഷമത, നല്ല ബോഡി, ജിം ഒക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ മെറ്റീരിയൽ വേൾഡില് സ്ത്രീകൾ നോക്കുന്ന ക്രൈറ്റീരിയ. ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു കാമുകനെ നോക്കുന്ന ക്രൈറ്റീരിയസ് ഇതൊക്കെയാണ്. അപ്പം പാഞ്ചാലിക്ക് എന്താണ് കുറവ്? ഇതിനകത്ത് എന്താണ് കുറവ്? ധൃതരാഷ്ട്ര ധർമ്മപുത്രർ, ധർമ്മം വിട്ട് കളിക്കുന്ന പരിപാടിയില്ല. ധർമ്മം, സത്യം, നീതി. അപ്പം ഇതൊരു കഴിവ്. പിന്നെ നകുലൻ സഹദേവൻ, സൗന്ദര്യം, ഭയങ്കര സൗന്ദര്യം. അർജുനൻ, ആയോധന കലകള്, ബാക്കിയുള്ള സ്കിൽ വർക്കുകളെല്ലാം അർജുനൻ. ഭീമൻ, ശാരീരിക ശക്തി. ഇതെല്ലാം സിക്സ് പാക്ക്, ജിമ്മ്. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളൊരു ഇവർ 5 പേരോട് ചേർന്നാണ് പാഞ്ചാലിയുടെ ഭർത്താക്കന്മാര്. അപ്പൊ ഇതിൽ ഒരു കുറവില്ല. ഇതില് നമ്മുടെ ഈ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ 1% പോലും ആർക്കും ഇല്ല. അപ്പം പാഞ്ചാലി പറയാണ്, ഞാൻ അനാഥനായ ഞാൻ ബന്ധുക്കളുള്ള ഒരു അനാഥനാണ്. കാര്യം, ഇത്രയും സൗന്ദര്യവും ഇത്രയും കഴിവും ആരോഗ്യവും ശരീരവും ഉള്ളവരെ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഞാൻ ഇപ്പോഴും അനാഥനാണ്. അപ്പം പുരന്ദരദാസർ വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. നീനേ അനാഥ ബന്ധു കരുണാ സിന്ധു, നീനേ അനാഥ ബന്ധു. ഭഗവാനാണ് കരുണ. പതികളുമായി വരും ഇതരേനോ. പതികൾ ഐവരും, 5 പതികൾ എനിക്കുണ്ട്. പതികളുമായി വരും 5 പേര് ഇരുന്നിട്ടും സതീയ സമയക്കേ ഉദകയില്ല. അത്യാവശ്യ സമയത്ത് ഉദകയില്ല. ഈ 5 പേരും ഇത്രയും 5 പേരും എനിക്ക് ഭർത്താക്കന്മാരുണ്ടായിട്ടും അത്യാവശ്യ സമയത്ത് ഇവരൊന്നും എനിക്ക് ഉദകിയില്ല എന്നാണ് പാഞ്ചാലി പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ആലോചിച്ച് നോക്കൂ. നമുക്ക് അച്ഛൻ അമ്മ നമ്മളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ യങ് ഏജിലുണ്ട്. അപ്പൊ നമ്മൾ അവരുണ്ടെന്ന് വിചാരിച്ച്, പിന്നെ നമുക്ക് ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. കുറച്ചു കഴിഞ്ഞ് നമ്മൾ കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. അതും കഴിഞ്ഞ് കുട്ടികളുടെ കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. ഇതെല്ലാം വിചാരമാണ്. ഇതേ കണക്ക് തന്നെ പാഞ്ചാലിയും പറയുന്നത്. ഞാൻ ഇവർ 5 പേരും ഉണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷെ ഗതി നീയേ ശ്രീകൃഷ്ണ എന്തരേ. ഗതി കൃഷ്ണ, നീ മാത്രമേ ഗതിയുള്ളൂ. വേറെ ആരുമില്ല. ഇതൊക്കെ വെറും പടങ്ങളാണ് ഭഗവാൻ. അങ്ങനെയാണ് പാഞ്ചാലി പറയുന്നത്. ഗതി നീയേ ശ്രീ കൃഷ്ണ എന്തരേ അധിയ സമയകെ ഒതഗീത ശ്രീകൃഷ്ണ. അത്യാവശ്യ സമയത്ത് നീയേ ഒതകുള്ളൂ എന്നാണ് പാഞ്ചാലി പറയുന്നത്. അപ്പൊ ഇത് വളരെ പാഞ്ചാലി വലിയ ഫിഗറാണ്. പാഞ്ചാലിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വലുതാണ്. അതിന്റെ ഒരു 1% നമുക്കുള്ളൂ. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഇത് എടുത്തു നോക്കുവാണെങ്കിൽ വളരെ സത്യമാണ്. നമ്മള് ഇപ്പം ഞാനായാലും ദാമു ആയാലും അനീഷ് പ്രഭു ആയാലും ആനന്ദ് സാർ പ്രഭു ആയാലും എല്ലാരും ബന്ധുക്കളുള്ള അനാഥരാണ്. നമുക്ക് സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി ചിലപ്പം സപ്പോർട്ട് ചിലപ്പോൾ ഫാമിലി തരും. മെന്റലി എനിക്ക് തോന്നുന്നില്ല സപ്പോർട്ട് തരാൻ പറ്റും. ഫിനാൻഷ്യലി ചിലപ്പോൾ തരാൻ പറ്റും. നമുക്ക് വേണ്ടി സപ്പോർട്ട് എല്ലാം ചെയ്യും, നല്ല വീഡിയോ ഇട്ടി തരും, നമുക്ക് നല്ല ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം നമുക്ക് ഇവരാരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ കുറ്റമല്ല, അവർക്കും ആ സിറ്റുവേഷൻ ആണ്, ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിലൊരു ഗതിയേ ഉള്ളൂ, കൃഷ്ണൻ.
ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പം ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുക. ഭഗവാന് വേണ്ടി, ഭഗവാനല്ല നമുക്ക് വേറെ ഗതിയില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ലൈഫിൽ വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. ഇപ്പം വേറെ, പക്ഷെ നമ്മള് ഈ കർമ്മങ്ങളൊന്നും വിട്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കാര്യം ഭാഗവത്തില് 3:9 ഒരു ശ്ലോകമുണ്ട് പോകും. അതില് പറയുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, ഭഗവാൻ 3:9 പറയുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് എല്ലാം ചെയ്യണം. ഇപ്പോഴും ഓർമ്മയുണ്ടോ ശ്ലോകം? അല്ല, ഭഗവത്ഗീത 3:9 അതിൽ പറയുന്നത് നമ്മുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എല്ലാം ചെയ്യണം, ചെയ്യുന്നത് കൂടി തന്നെ അത് ഭഗവാനിലേക്ക് അർപ്പിച്ച് ചെയ്യണം. ഇപ്പൊ നമുക്ക് കൂടുതൽ വലിയ എക്സാമ്പിൾസ് വേണ്ട. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ ഡിവോട്ടീസ് നോക്കിയാൽ ദേവികാനന്ദ പ്രഭു വന്നു, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട്. അത് അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന്റെ ബാക്കി കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. പക്ഷെ അദ്ദേഹം പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ആണ്, അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷെ അദ്ദേഹം ഡിവോഴ്സ് സർവീസ് അതിലുപരി സ്ട്രിക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പം തന്നെ അമേരിക്കയിൽ എവിടെ യാത്രയിലാണ്. അദ്ദേഹത്തിന് സമയം കണ്ടെത്തുന്നുണ്ട് ഡിവോഴ്സ് സർവീസ് ചെയ്യാനും ഭഗവാന്റെ പ്രീതിക്കായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഭഗവാൻ പറയുന്നത്, നീ നിന്റെ കർമ്മം ചെയ്യുക, അതിൽ കൂടെ എന്നെ പ്രാർത്ഥിക്കുക. അപ്പം ഇതാണ് മാതാജി പ്രഭുജീസ് പറയാനുള്ളത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ച് ഈ ഡിവോഴ്സ് സർവീസ് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഈ ലോകത്തിന് വേണ്ടിയും കൂടെയാണ്. നമ്മുടെ ഈ ടെമ്പിൾ കെട്ടുന്നതോ നമ്മൾ ഈ ടെമ്പിൾ ഭാഗവതം വായിക്കുന്നതോ നമുക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ചിന്തയും കൂടെ നമുക്ക് വേണം. നമ്മൾ മറ്റുള്ളവരെ, അതാണ് ഇസ്കോൺ പലയിടത്തും നമ്മൾ ചിന്തിക്കാറില്ല. എന്തിനാണ് അന്നദാനം നടത്തുന്നത്? പുറത്തുള്ളവർക്ക് എന്തിനാ അന്നദാനം കൊടുക്കുന്നത്? വല്ല കാര്യമുണ്ടോ ഇസ്കോൺ? അപ്പം ഇതിനകത്ത് ഭാഗവതി പറഞ്ഞേക്കുന്നതാ ലോകത്തിന്റെ സമാധാനം. ഇപ്പൊ ഒരു നേരം ആഹാരം കിട്ടുമ്പോൾ അവർ കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കും. ഒരാള് അല്ലെങ്കിൽ കുറച്ച് കൂട്ടം ആളുകൾ സമാധാനമായിട്ട് ഇസ്കോൺ കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോകത്തുള്ള ഇസ്കോൺ എല്ലാരും ഇങ്ങനെ ചെയ്യുകയാണ്. ഓരോ സ്കൂളുകളിലും അനാഥാലയങ്ങളിലും ഓരോ ഹോസ്പിറ്റലുകളിലും അന്നദാനങ്ങളും. ഇത് ചെയ്യുന്നതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പുണ്യം മാത്രമല്ല, അവർക്ക് സമാധാനമായിട്ട് ഈ ലോകം സമാധാനമായിട്ട് പോകണം. മെയിൻലി ഭക്ഷണത്തിനും ഇതിനും ആഹാരത്തിനൊക്കെ വേണ്ടിയാണ് അടി ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെ മാറാൻ വേണ്ടി സമാധാനത്തിനും ഒരു ക്ഷേമത്തിനും വേണ്ടിയാണ് ഇസ്കോൺ പ്രവർത്തിക്കുന്നത്. അപ്പം പ്രഭുപാദിന്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ വലിയ മിഷനായിരുന്നു. പ്രഭുപാദിനെ വേണമെങ്കിൽ നമ്മുടെ ഒരു ടെമ്പിൾ കൊണ്ട് നമുക്കിത് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിർത്തായിരുന്നു. പക്ഷെ പ്രഭുപാദ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എല്ലാവരിലും എത്തി എല്ലാവർക്കും ഭയങ്കര പ്രോസ്പെരിറ്റി ആയിട്ട് ജീവിക്കാം എന്ന് ഒരു കാഴ്ചപ്പാടിലാണ് പ്രഭുപാദ് ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, ഈ അന്നദാനം നടത്തുന്നത്, ഈ പന്തൽ പ്രോഗ്രാംസ് നടത്തുന്നത്, ഭാഗവത സപ്താഹങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളും കൂടെ ഇതിന് കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട്, നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് ഇതിലൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൂസ് നിർത്തുന്നു. അപ്പം ഈ ഒരു 3 പാരഗ്രാഫിൽ ഇത്രയേ ഉള്ളൂ എനിക്ക് എന്റെ അറിവിൽ പറയാനായിട്ട്. ഇനി അങ്ങോട്ടാണ് ഈ ഭാഗവത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ ഉണ്ട്. ഒരു 6 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിനുള്ള ആൻസർ, പിന്നെ ഭാഗവത്തിന്റെ ബാക്കി കാര്യങ്ങൾ. ഇതുവരെ കഴിഞ്ഞ 3ലും വെറും ഭാഗവത്തിന്റെ ഇമ്പോർട്ടൻസും ഭാഗവത്തിന്റെ എന്തൊക്കെ തരം ഗുണങ്ങളും ഒക്കെയാണ്. ഭാഗവതം ആരുടെ കയ്യിൽ നിന്ന് കേൾക്കണം, ഇന്നലെ കഥാപ്രഭു പറഞ്ഞതൊക്കെ എവിടുന്ന് ശ്രമിക്കണം, മറ്റൊന്ന് ശ്രമിച്ചാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ കേട്ടു. അപ്പം ഇതിനി തൊട്ടാണ് ഭാഗവതം നമ്മൾ കറക്റ്റായിട്ട് ചിട്ടയായിട്ട് സീനിയർ ഡിവോട്ടീസിന് എടുത്ത്. എനിക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് കുഴപ്പമില്ല, ബാക്കി ഇനി നല്ല ക്ലാസ്സുകൾ ഭാവിയിൽ കേൾക്കാൻ പറ്റും. കാര്യം ആനന്ദ് സാർ പ്രഭു, കഥാമൃ പ്രഭു, പതിതാം പ്രഭു ഒക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവർക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇത് ഈ 3 ശ്ലോകങ്ങൾ കിട്ടിയോണ്ട് ഭാഗ്യമാണ്. കാര്യം ഇതിൽ ജസ്റ്റ് എവിടെ വെച്ചാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, ആരെടുത്താണ്, എന്തിനാണ് ചെയ്യുന്നത്, ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ടാണ് ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വളരെ കീനായിട്ട് ഈ ക്ലാസ് ഒബ്സർവ് ചെയ്യുക, ഇതിനുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പ്രൊവോസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് സീനിയർ ഡിവോട്സിന് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ. പറഞ്ഞപ്പോ നമ്മളെ ഈ ദ്രൗപദി വന്നിട്ട് ഹസ്തിനാപുരത്ത് വന്നിട്ട് ധർമ്മം വന്നിട്ട് ചൂത് കളിക്കുമല്ലോ, ധർമ്മൻ. ഒന്നുകൂടെ പറയൂ ബ്രോ. ഹസ്തിനാപുരത്ത് വന്നിട്ട് ഇവര് ചൂത് കളിയിൽ ഏർപ്പെടുമല്ലോ, യുധിഷ്ഠർ ചൂത് കളിയിൽ ഏർപ്പെടുന്ന സമയത്ത് സഹോദരങ്ങള് ഭാര്യയും കൂടെ വെച്ചാണ് ചൂത് കളിക്കുന്നത്. അപ്പോ ഈ ധർമ്മം വന്നിട്ട് ധർമ്മത്തിന് വ്യതിചലിക്കില്ല എന്നാണല്ലോ പറയുന്നത്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ ദ്രൗപദി വന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്,
എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സഹോദരങ്ങളും എന്റെ ഈ ഭാര്യമാരെയും എന്നെയും ഈ ചൂതുകളിൽ ഏർപ്പെടുത്തിയത് ധർമ്മത്തിനടുത്ത് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയുന്നുമില്ല സാർ. അതെന്താണ് അത് ശരിക്കും ധർമ്മം വ്യതിചലിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ക്ലാരിറ്റി വരാൻ വേണ്ടി ചോദിച്ചത്. ഹരേ കൃഷ്ണ. കഥാമര പ്രഭു ഇതിന്റെ ആൻസർ കൊടുക്കാൻ പറ്റുമോ? കറക്റ്റ് ആൻസർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പ്രഭു ഒന്നുകൂടെ ചോദ്യം ചോദിക്കാമോ പ്രഭുജി? പ്രഭു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അല്ല പ്രഭു പറഞ്ഞോ പ്രഭു. ചൂതുകളിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് സഹോദരങ്ങളുടെ ഭാര്യയും കൂടെ വെച്ചാണല്ലോ യുധിഷ്ഠിരർ ചൂതുകളിൽ ഏർപ്പെടുന്നത്. അപ്പൊ ദ്രൗപദി വന്ന് തിരിച്ചു ചോദിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളുടെ ഭാര്യയായി എന്നെയും കൂടെ വെച്ച് ചൂതുകളിൽ ഏർപ്പെട്ടതെന്ന് ധർമ്മന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ധർമ്മം ഉത്തരം പറയുന്നുമില്ല. അതെ. അപ്പൊ അത് ശരിയാണോ എന്നാണോ ചോദ്യം പ്രഭു? അതെ അത് ധർമ്മം വ്യതിചലിക്കില്ല എന്നാ. അതെ ഇത് അവരുടെ തേര് തന്നെ ഈ ഒരടി എന്തോ പൊങ്ങി നിൽക്കുന്നാണല്ലോ പറയുന്നത്, ആ സത്യത്തിന് കടപിടിക്കുന്നത് കൊണ്ട്. അപ്പൊ എന്തുകൊണ്ട് അപ്പൊ അതെ അതെ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നുമില്ല. മനസ്സിലായി. അപ്പോ അതായത് സഹോദരന്റെ ഭാര്യയും കൂടെ ആണെങ്കിൽ കൂടിയും ഓരോ സമയത്ത്, അതായത് നാരദ മഹർഷി ഒരു റോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു വർഷത്തേക്ക് ഒരാളുടെ മാത്രം ഭാര്യയാണ് ഒരേ സമയത്ത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ടേണിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യുധിഷ്ഠിര മഹാരാജാവിനോട് കൗരവര് പറയുന്നത് നിങ്ങൾക്കുള്ളത് എല്ലാം നിങ്ങൾ ഇവിടെ സമർപ്പണം ചെയ്ത് ചൂത് കളിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോ നിങ്ങളുടെ ഭാര്യയും ഉണ്ടല്ലോ എന്ന് പറയുന്നത് കൊണ്ട്, അപ്പൊ അത് ഭാര്യ എന്ന് പറയുമ്പോ എന്റെ എന്നുള്ളതാണല്ലോ. അപ്പോ ഇല്ല, അത് എന്റേതല്ല എന്ന് പറയാൻ യുധിഷ്ഠിര മഹാരാജാവിന് കഴിഞ്ഞില്ല. അതാണ് അതിന്റെ വിഷയം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക്സ് കഥാമര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ചക്ര പ്രഭു. പ്രഭു ഞാൻ ഈ പറയുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് അറിഞ്ഞല്ലോ. കഥാൻ പ്രഭു വേറെ സീനിയർ ഡിവോട്ടീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണേ പ്രഭു. ഈ പ്രശ്നത്തിനെല്ലാത്തിനും റൂട്ട് കോസ് റീസൺ അനിൽകുമാർ പ്രഭു ചോദിച്ചതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അവര് ചൂത് കളിക്കാനുള്ള പ്ലാൻ ചെയ്തപ്പോ അവരെന്ത് പറഞ്ഞു? അവരവര് പറഞ്ഞു നമ്മള് അവരങ്ങനെ തീരുമാനിച്ചു. പക്ഷേ യുധിഷ്ഠിര മഹാരാജ വന്നിട്ട് ആണോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആ പ്രഭു. ഒന്നേന്നൊന്ന് പറയണേ പ്രഭു. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇതിന് പ്രഭു പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിട്ട് കഥാ പ്രഭു കൊടുത്തു. ജസ്റ്റ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി. ഒന്ന്, ചൂത് കളിക്കാൻ നേരത്തെ കൗരവർ എന്ത് ചെയ്തു? നമ്മൾ ശകുനിയാണ് കളിക്കാനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ യുധിഷ്ഠിര മഹാരാജ വന്നിട്ട് ഭഗവാനെ വിളിച്ചില്ല ആ സമയത്ത്. അതായത് ഇല്ല, നമുക്ക് വേണ്ടി ഭഗവാൻ കളിക്കും, നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഭഗവാൻ വരും എന്നുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്കിലാണ് എല്ലാ പ്രശ്നങ്ങളും പറ്റിയത്. അപ്പോ എനിക്ക് തോന്നുന്നു ഇതുപോലെ മഹാഭാരതത്തിൽ ഒരുപാട് ഇൻസിഡന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ ഭഗവാനെ വിസ്മരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു, ഭാര്യയെ തന്നെ ചൂത് വെക്കേണ്ടി വരില്ലായിരുന്നു, പക്ഷെ ഭഗവാനെ സ്മരിച്ചിരുന്നെങ്കിൽ. അതുപോലെ നമ്മുടെ ലൈഫിലും നമ്മൾ എവിടെയൊക്കെ ഭഗവാനെ സ്മരിക്കുവോ അവിടെ ഇതുപോലെ പ്രശ്നങ്ങൾ വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാനല്ലേ? അതായത് ഭഗവാനും ഉദ്ധവരും കൂടെ ഞാൻ എന്റെ ഹരേ കൃഷ്ണ. പ്രഭു മ്യൂട്ട് ചെയ്താൽ മതി. പ്രഭു മ്യൂട്ട് ചെയ്തോ? ഓക്കെ. ഹരേ കൃഷ്ണ. അതായത് ഭഗവാനും ഉദ്ധവരും കൂടെ ഒരു ദിവസം ഇങ്ങനെ തേരിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇതാണല്ലേ.
കുറിച്ചാൽ മതി. ഓക്കെ ആണോ? ഒരു വീണ്ടും കിടന്നുറങ്ങി. ഓക്കെ ആണോ? ഭഗവാനും ഉദ്ധവരും കൂടെ ഇങ്ങനെ തേരിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ അടുത്ത് ഉദ്ധവർ ചോദിക്കും, നീ ചെയ്ത വലിയൊരു ഇതായിപ്പോയി. കാരണം ഇത്രയും നിന്റെ നല്ല ഭക്തന്മാരെ ഉണ്ടായിരുന്നിട്ട് പോലും ഭക്തന്മാരെ രക്ഷിക്കാനായിട്ട് നീ ആദ്യമേ ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയും. പറയുമ്പോ കൃഷ്ണൻ ഉദ്ധവരുടെ അടുത്ത് പറയും, ചക്ര പറഞ്ഞ ആൻസർ തന്നെയാണ്. അതായത് ശകുനി അവരുടെ കൂടെ കളിക്കും എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കും. പക്ഷെ ഇതിന്റെ മറുപടി യുധിഷ്ഠിര മഹാരാജ് പറയും, നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള ഈ കാര്യത്തിന് കൃഷ്ണനെ ഇടപെടുത്താൻ പാടില്ല, ഇത് കണ്ടിട്ട് ഭഗവാൻ വിഷമിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ട്. ധർമ്മവും അവിടെയും പാലിക്കും. രണ്ടാമത്തെ കാര്യം പ്രഭു പറഞ്ഞത് ശ്രീമദ് ഭാഗവതം 1:5:40 പത്പത്തിന്റെ ലാസ്റ്റ് ലൈനില്, അതായത് ആരാണ് സ്വക്ഷേമവും ശാന്തിയും ആഗ്രഹിക്കുന്നത് അവർ ഭാഗവതത്തിലോട്ട് വരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1:5:40 ലാസ്റ്റ് പത്പത്തിൽ. മൂന്നാമത്തെ പോയിന്റ് പുരന്ദരദാസർ വന്നിട്ട് നാരദ മഹർഷിയുടെ ഇൻകാർണേഷനാണ്. അദ്ദേഹം ഒരു ദിവസം വീട്ടിലിരുന്ന് സങ്കീർത്തനം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് വന്ന് പ്രശ്നമുണ്ടാക്കും. അപ്പൊ വൈഫ് ചോദിക്കും, നിങ്ങളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്നാ മതിയോ, പൈസ ഇല്ല ഒന്നുമില്ല എന്ന് പറയും. അപ്പോ പുരന്ദരദാസർ വന്നിട്ട് ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് ഒരു കീർത്തനം ചെയ്യും. ചെയ്യുന്ന സമയത്ത് സ്വർണ്ണമഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പുരന്ദരദാസർ ഇതൊന്നും അറിയണില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ട് ഡിവൈൽഡ് ആയിട്ട് അവര് ഉടനെ പറയും, ഇത് നിർത്ത്, വേണ്ട, നമുക്ക് പൈസ വേണ്ട, ധനം വേണ്ട, ഒന്നും വേണ്ട, ഭഗവാന്റെ ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ച് പുരന്ദരദാസിലേക്ക് ഭക്തിയിലേക്ക് തിരിച്ചു. ഹരേ കൃഷ്ണ. ഹനുമാൻ പ്രഭു, ഹരേ കൃഷ്ണ. പറഞ്ഞോ മാജി. പ്രഭു, ഒരു പ്രാവശ്യവും കൂടെ ആ സ്തുതി ഒന്ന് പാടുവോ? അനുസാർ പ്രഭുവും ചക്രപ്രഭുവും കഥാപ്രഭുവും വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പ്രഭു ഓക്കെ അല്ലേ പ്രഭു? അത് ഓക്കെ. മാജി അത് പുരന്ദരദാസർ പാടുന്നതാണ്. നീനേ അനാഥ ബന്ധു, നീനേ അനാഥ ബന്ധു, കരുണാ സിന്ധു, നീനേ അനാഥ ബന്ധു, പതികളുമൈ വരുമിതരേനു, പതികളുമൈ വരുമിതരേനു, സദീയ സമയത്തെ ഒതുകയില്ല, പതികളുമൈ വരും ഇതരേനു, സദീയ സമയത്തെ ഉദകയില്ല, ഗതിനിയേ ശ്രീ കൃഷ്ണ എന്തരേ, ഗതിനിയേ ശ്രീ കൃഷ്ണ എന്നരേ, അതിവേഗതേ ಬಂದು ಒದಗಿದ ಶ್ರೀಕೃಷ್ಣ ನೀನೇ ആനാഥ ബന്ധു. രണ്ട് കൈയും വിട്ടാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത്. ഗതി നീയേ ശ്രീ കൃഷ്ണ എന്നരേ. അത് വേറെ പാഞ്ചാലി ഒരു കൈ ഇങ്ങനെ മടിയിൽ പിടിച്ചേക്കുക. വസ്ത്രം വലിക്കുമ്പോ ഒരു കൈ മടിയിൽ പിടിച്ചിട്ടുണ്ട്. കാര്യം എന്നെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും, പരമാവധി എന്നെ കൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കട്ടെ എന്ന് ഒരു ഇതുണ്ട്. ഭഗവാൻ അവിടെ ട്രിക്കിയാണ് ഭയങ്കര. ഭഗവാൻ ആദ്യമേ വേണമെങ്കിൽ വന്ന് ഒരു ലോഡ് വസ്ത്രം കൊടുക്കാം. ഭഗവാൻ അത് വേറെ ഫുള്ളി സറണ്ടർ. അതാണ് ഫുള്ളി സറണ്ടർ ആവണം, അല്ലാതെ ഒരു രക്ഷയില്ല. നമ്മളെ കൊണ്ട് പാർഷ്യലി ഒന്നും പറ്റത്തില്ല. ഫുള്ളി സറണ്ടർ ആവാതെ കൃഷ്ണൻ നമ്മളെ നോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു ഫുള്ളി സറണ്ടർ ചെയ്യുമ്പോഴാണ് പാഞ്ചാലി വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പാഞ്ചാലി പറയും, ഇനി രക്ഷയില്ല, ഇനി ഭഗവാൻ നോക്കിക്കോ, എനിക്ക് ഇനി മാനം പോയാലും കുഴപ്പമില്ല,
ഭഗവാനെ ഉള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് കൈയും മുകളിൽ പൊക്കി കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴാണ് വാസന കൃഷ്ണൻ വസ്ത്രം തരുന്നത്. അപ്പൊ ഈ ഒരു ഫുള്ളി സറണ്ടർ ചെയ്യാൻ നമുക്ക് എല്ലാം സാധിക്കട്ടെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഭയങ്കര നല്ല കീർത്തനം. ഹരേ കൃഷ്ണ. താങ്ക് യു നമുക്ക് മാതാജി, എല്ലാ ഒരു പ്രാവശ്യം കൂടെ ദിവസത്തെയും ചൊല്ലിച്ചതിന്. ഹരേ കൃഷ്ണ. കഥാമൃത ഹരേ പ്രഭു, കൃഷ്ണ എല്ലാ ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ കഥാമൃത പ്രഭു, എല്ലാ ദിവസവും ഭാഗവത ക്ലാസ്സിന്റെ കൂടെ നമുക്ക് പരമാനന്ദ പ്രഭുവിന്റെ ഒരു ചെറിയ 4 ലൈൻ കീർത്തനം കൂടെ. സൂപ്പർ, തീർച്ചയായും തീർച്ചയായും സൂപ്പർ പ്രഭു, നല്ല ക്ലാസ്, വളരെ നല്ല ക്ലാസ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ആനന്ദ് സാർ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിപ്പോ, അതെന്ന് വെച്ചാല് പാഞ്ചാലി ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ കൃഷ്ണന്റെ കൈ എന്തോ ചെറുതായിട്ട് മുറി എന്തോ ചെയ്യുമ്പോ പാഞ്ചാലിയുടെ സാരി വലിച്ചു കീറി ഭഗവാന് കയ്യിൽ കെട്ടിക്കൊടുക്കും. അത് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നാണ് ആനന്ദ് സാർ പറയുന്നത്. അതിന്റെ സ്വല്പം അല്പസ്യ ധർമ്മസ്യ അന്ന് ഒരു ചെറിയൊരു സാരി തുമ്പ് കീറി പാഞ്ചാലി കെട്ടിക്കൊടുത്തതാണ് ഭഗവാൻ ഇത്രയും വലിയൊരു ഡ്രസ്സ് വെച്ച് ഒരു സഹായം ചെയ്തു കൊടുത്തത്. അത് ഫുള്ളി സറണ്ടർ ആയപ്പോ അങ്ങനെ ആനന്ദ് സാർ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇപ്പോണ്ട് ആനന്ദ് സാർ. ഹരേ കൃഷ്ണ. താങ്ക്സ് പ്രഭു. താങ്ക്സ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അവന്റെ ദർശനം കാണിച്ചു തരാം. ഹരേ കൃഷ്ണ.